സാമ്പത്തികമായി തകർന്നിരിക്കുന്ന പാകിസ്ഥാൻ ഇരുട്ടടിയായി ഇപ്പോൾ HIV ബാധ 130 പേർക്കാണ് രാജ്യത്ത് അടുത്തിടെ HIV സ്ഥിരീകരിച്ചത്. ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു. പാക് നഗരമായ കറാച്ചിയിലെ സർക്കാർ ആശുപത്രിയുടെ അലംഭാവമാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സിന്ധ് എംപ്ലോയീസ് സോഷ്യൽ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനത്തിലുള്ള കുൽസും ഭായ് വാലിക ആശുപത്രിയിലാണ് രോഗബാധ ആദ്യമുണ്ടായത്. അണുബാധ തടയൽ പ്രോട്ടോകോളുകളിലെ ഗുരുതരമായ വീഴ്ചകൾ, സുരക്ഷാ ഉപകരണങ്ങളുടെ അപര്യാപ്തമായ ഉപയോഗം, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സിറിഞ്ചുകളുടെ തെറ്റായ കൈകാര്യം ചെയ്യൽ എന്നിവയാണ് രോഗവ്യാപനത്തിന് കാരണമായതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. KBV ആശുപത്രിയിലെ ഉൾപ്പെടെ 10,500 പേരെ പരിശോധിച്ചതിൽ 120 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതായി സിന്ധ് തൊഴിൽ മന്ത്രി സയ്യിദ് ഖാനി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. കറാച്ചിയിലെ ലാന്തി പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ 10 പേരിലും രോഗബാധ കണ്ടെത്തി. ഇതോടെ മൊത്തം 130 പേരിൽ HIV സ്ഥിരീകരിച്ചു. KBV ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടികളിൽ രോഗബാധ കണ്ടെത്തുന്നതായി കഴിഞ്ഞ വർഷം നവംബറിലാണ് ആദ്യമായി പരാതി ഉയർന്നത്. കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണ്ടെത്തിയതോടെയാണ് അധികൃതർ അന്വേഷണം ആരംഭിച്ചത്. ആശുപത്രിയിൽ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ പരാജയങ്ങൾ കണ്ടെത്തിയതായി ജൂലൈ 14-ന് സിന്ധ് മുഖ്യമന്ത്രി മുറാദ് അലി ഷാ വെളിപ്പെടുത്തി. സിന്ധ് ഹെൽത്ത് കെയർ കമ്മീഷൻ സംഘം KBV ആശുപത്രിയിൽ നടത്തിയ സന്ദർശനത്തിൽ നിരവധി സുരക്ഷാ നടപടികൾ നടപ്പാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തിയതായി അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ഉപയോഗിച്ച സൂചികൾ എങ്ങനെയാണ് സംസ്കരിക്കുന്നതെന്നോ മറ്റേതെങ്കിലും ബദൽ സംസ്കരണ രീതി നിലവിലുണ്ടോ എന്നോ ജീവനക്കാർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അണുബാധ തടയൽ, നിയന്ത്രണം എന്നിവ സംബന്ധിച്ച് ജീവനക്കാർക്ക് പരിശീലനം ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആശുപത്രിയിലെ മെഡിക്കൽ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവ് എന്ന യന്ത്രവും കണ്ടെത്താൻ സാധിച്ചില്ല. ഡ്യൂട്ടി സമയങ്ങളിൽ നഴ്സിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ ജീവനക്കാർ ലഭ്യമല്ലാത്തതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മെഡിക്കൽ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുന്നത് മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടല്ലെന്നും കണ്ടെത്തി. മാത്രമല്ല, മെഡിക്കൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും കരാർ ഏറ്റെടുത്തിട്ടുള്ള സ്വകാര്യ കരാറുകാരന് ശരിയായ പരിശീലനം ലഭിച്ചിരുന്നില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിന്ധിലെ HIV വ്യാപനം ഒറ്റപ്പെട്ട സംഭവമല്ല. ലോകാരോഗ്യ സംഘടനയുടെ കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ ഏറ്റവും വേഗത്തിൽ HIV പകർച്ചവ്യാധി ഉണ്ടാവുന്ന രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണെന്നും കഴിഞ്ഞ ഡിസംബറിൽ ലോകാരോഗ്യ സംഘടനയും UNAIDSഉം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടെ HIV അണുബാധകളുടെ എണ്ണം പാകിസ്ഥാനിൽ ഗണ്യമായി വർദ്ധിച്ചു. 2010-ൽ 16,000 കേസുകളിൽ നിന്ന് 2024 ആയപ്പോഴേക്കും ഏകദേശം 48,000-ആയി 200% വർധനവുണ്ടായി. പാകിസ്ഥാനിൽ ഏകദേശം 35,000 ആളുകൾ HIV ബാധിതരാണ്. അവരിൽ 80% ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ലെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ HIV അണുബാധ 2010-ൽ 530 ആയിരുന്നത് 2023-ൽ 1,800-ആയി വർദ്ധിച്ചു. HIV ബാധിതരായ കുട്ടികളിൽ 38% പേർക്ക് മാത്രമേ നിലവിൽ ചികിത്സ ലഭിക്കുന്നുള്ളൂ. അതേസമയം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത് തടയാൻ മരുന്ന് ആവശ്യമുള്ള ഗർഭിണികളിൽ 14% പേർക്ക് മാത്രമാണ് ചികിത്സ ലഭ്യമാകുന്നതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ നിലവിൽ ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണെന്നും ഭീകരവാദം അവസാനിപ്പിക്കാതെ ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾക്കില്ലെന്നും ശക്തമായ നിലപാടറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇരവാദം ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയൽരാജ്യം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുന്നിടത്തോളം കരാറിൽ മാറ്റമില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരവാദം ശാശ്വതമായി അവസാനിപ്പിച്ചാൽ മാത്രമേ നദീജല പങ്കിടലിൽ എന്തെങ്കിലും ഭാവി ധാരണകൾ സാധ്യമാകൂ എന്നും നിലവിലെ രൂപത്തിൽ സിന്ധു നദീജല കരാർ വീണ്ടും പ്രവർത്തനക്ഷമമാകാൻ സാധ്യതയില്ലെന്നും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. 65 വർഷത്തിലധികം പഴക്കമുള്ള ജല പങ്കിടൽ കരാറിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കവേ കരാറിന് കീഴിലുള്ള സഹകരണം എപ്പോഴെങ്കിലും പുനഃസ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ അത് നിലവിലുള്ള കരാറിന് പകരമായി പരിഷ്കരിച്ച ചട്ടക്കൂടിന് കീഴിലായിരിക്കണമെന്ന ഉറവിടങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. കരാറിന്റെ പുനരുജ്ജീവനത്തിന് പാകിസ്ഥാൻ ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണയാണ് ഏറ്റവും വലിയ തടസ്സമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ അതിന്റെ നിലവിലെ രൂപത്തിൽ ഇനി പ്രവർത്തിക്കില്ലെന്ന് പറയുന്നതാകും കൃത്യം. നദീജല പങ്കിടലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ അത് നിലവിലെ രൂപത്തിലല്ല, മറിച്ച് മറ്റു രൂപത്തിൽ ചെയ്യേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദം ഉപേക്ഷിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കൂ, ഒരു സർക്കാർ ഉറവിടം പറഞ്ഞു. 26 സാധാരണക്കാരുടെ ജീവൻ കവർന്ന 2025 ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാർ താൽക്കാലികമായി നിർത്തിവെച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പരാമർശങ്ങൾ വരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.